വേണ്ട പറയാനായിട്ട്. മോയമ്മച്ചോട്ട് മിണ്ടാതിരി നീ കൊറേ പ്രാവശ്യം പറഞ്ഞാ. സാറേ, ഒന്നില്ലെങ്കിൽ സാറൊരു ഭർത്താവല്ലേ, ഇത്രയും മൂല്യമുള്ളൊരു യൂണിഫോം ഒരാളല്ലേ. അതെ സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഈ കേസ് പ്ലീസ്. എന്റെ വീടാ നശിക്കുന്നത്. എന്റെ കൊച്ചിന് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെ, എനിക്ക് ഈ ജോലി എങ്ങനെ കിട്ടിയെന്ന് വല്ല അറിയാവാ? ഇല്ല. ഈ ജോലി എന്റെ അച്ഛൻ പോലീസായിരുന്നപ്പോഴത്തേന് അടിച്ചു പൊളിച്ച് കിട്ടിയ ജോലിയാ. എന്റെ അച്ഛൻ അടിച്ചു പൊളിച്ചായിരുന്നപ്പോ കിട്ടിയ ജോലിയാ. അന്ന് അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ആരാണ്ട് ഈ പട്ടിൽ പൊതിഞ്ഞ് MDMA കടത്തുന്നു. അപ്പൊ അച്ഛൻ വളയിറങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ പട്ടി പൊതിഞ്ഞ് കൊണ്ടുവരുന്നടാ. അവൻ ബാധ ഒഴിപ്പിക്കാൻ വർക്കലേ പോയെന്നായിരുന്നു. ആ കുടത്തിയിട്ട് അച്ഛൻ ഒരൊറ്റ അടി. അച്ഛൻ ഇപ്പൊ തെന്മല കാട്ടി കൂടെ വെള്ള സാരി കൊടുത്ത് 12 മണിക്ക് ഈ ബെഡ്റൂം മൊത്തം കുത്തി പൊളിച്ച് ഞാൻ ഇനി എനിക്ക് വന്ന മേളത്തെ ബെഡ്റൂമിലാണെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടോ നോക്കടാ. എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ബെഡ്റൂമിൽ ടൈൽ കുത്തി പൊളിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ ഏറ്റവും പണം ചെലവാക്കി നിർമ്മിച്ച എന്താണെന്നറിയോ? എന്തുവാ? ഈ വീടിന്റെ ചുമര്. ചുമരാണോ? പ്രത്യേകിച്ച് ഞങ്ങൾ ബെഡ്റൂമിന്റെ ചുമര്. ഓർമ്മ കിട്ടി. ഞാൻ അന്ന് പതക്കം വെച്ചത് ആ ഭിത്തിയിലാണെന്ന് തോന്നി. ഈ ഭിത്തി ഞാൻ വെട്ടിപ്പൊളിക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്ന വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭിത്തിയും പൊളിച്ചപ്പോ തീർന്നില്ലേ? ഒരാൾ പതക്കം എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയായിരുന്നു. പുള്ളിയെ കണ്ടോ? ഞാനാ. അരവിന്ദ. അര മാത്രമല്ല, മൊത്തത്തിൽ വെന്താ. വീണ്ടും എനിക്കിട്ട് പണി ഞെല്ലേടി. പണി തരുമടാ സാറേ. ഇവനെ പിടിച്ച് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട്. സാറേ, എന്നെ കൊണ്ടുപോവല്ലേ സാറേ. പുറത്തു പോയാ കാക്ക വളഞ്ഞിട്ട് കൊത്തും. അപ്പൊ പതക്കം? പതക്കമല്ല ഇപ്പൊ വേണ്ട, അടക്കം. ആരുടെ? എന്നെ ആരെങ്കിലും ഒന്ന് ഇവിടെ വെട്ടി മൂടുവോ?